അപ്പോ സെക്ഷൻ ഫോമിൽ പറയുന്ന ഇതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലൈൻ ഉണ്ട്. ഓക്കെ, ദീസ് ടു ദ ലൈൻസ് ആർ കണക്റ്റഡ് ബൈ 2 പോയിന്റ്സ്. One is x1 y1 and the other point is x2 y2. x1 y1 ഉം x2 y2 ആണ് ഈ രണ്ട് പോയിന്റ് എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ if there is a point p, ഇവിടെ ഒരു പോയിന്റ് എവിടെയോ ഉണ്ടെന്ന് വെച്ചോ, ലൈനിൽ എവിടെയോ ഒരു പോയിന്റ് p ഉണ്ടെന്ന് വെച്ചോ, and it is having xy, it is a point എത്ര xy. പക്ഷെ നമുക്ക് ആ എക്സിന്റെ പോയിന്റ് വാല്യൂ അറിയത്തില്ല. നമുക്കറിയാവുന്ന ആകെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പുറത്തുള്ള റേഷ്യോ, അതായത് ഇത് എ ഇത് ബി, നമുക്കറിയാവുന്ന റേഷ്യോ എന്താണ്? എ പിയും അതുപോലെ എന്താണ് ബി പിയും തമ്മിലുള്ള റേഷ്യോ എന്താണെന്ന് അറിയാം, m/n. So what is the ratio? What is the ratio that we know? AP is to PB എന്താണ്? m/n. So we know that this is the ratio between the two parts AP and PB. Okay, fine. അത് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എങ്ങനെ അപ്പൊ ഈ പി കണ്ടുപിടിക്കാം? ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ പി? പി എന്ന് പറയുമ്പോൾ എന്താണ്? എക്സും വൈയും. സോ ഹൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദിസ് എക്സ് ആൻഡ് വൈ? അപ്പൊ അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ പോകുന്നത്? സെക്ഷൻ ഫോർമുല യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ സെക്ഷൻ ഫോർമുല സേസ് എക്സ് എന്ന് പറയുന്ന ഇവിടെ പിയിൽ എക്സ് ഉണ്ടല്ലോ, ആ എക്സ് എങ്ങനെയാ കിട്ടുന്നത്? യു ആർ ഗോയിങ് ടു ഗെറ്റ് എക്സ് ബൈ ദ ഫോർമുല എക്സ് ഇസ് ഈക്വൽ ടു, ലുക്ക് അറ്റ് ദി റേഷ്യോ. എക്സിന് ലെഫ്റ്റിൽ കിടക്കുന്ന റേഷ്യോ എന്താ? എം. എമ്മിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ m x2. അടുത്തത് എന്നിനെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? x1. So what are you going to get? You are going to get m x2 plus n x1 by m plus n. m x2 plus n x1 by m plus n. So അതില് നമ്മൾ ഇതിനകത്ത് m ഉം n ഉം നമുക്ക് അറിയായിരിക്കും, അതുപോലെ x2 ഉം x1 ഉം അറിയായിരിക്കും. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? You will get the value for x. Now how will you find the value of y? ഇപ്പൊ x എന്ന് പറയുന്നത് m x2 plus n x1 by m plus n ആണെങ്കിൽ y എങ്ങനെയായിരിക്കും? m y2, that is m നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? y2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. n നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? y1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ m y2 plus n y1 by m plus n. So this is the section formula that we are using. മനസ്സിലായോ? ഇത് ഫിഗർ ഉൾപ്പെടെ ഒന്ന് എഴുതി എടുത്ത പെട്ടെന്ന്. സർ ഫിഗർ ഉൾപ്പെടെ? ഫിഗർ ഉൾപ്പെടെ വേണം. സർ നാളെ ടൈം ഉണ്ടായിരുന്നു സർ, ഫിസിക്സിന്റെ ഡൗട്ട്. സർ നാളെ ടൈം ഉണ്ടായിരുന്നു, അപ്പൊ ഫിസിക്സിൽ കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാം. സർ പിന്നെ MCQ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ടേം 1 വരുന്നത് 40 ക്വസ്റ്റ്യൻസ് ആണ്, 90 മിനിറ്റ്. 90 മിനിറ്റോ? അതെ സർ. ആവശ്യമില്ലല്ലോ. അല്ല സർ, കുറച്ച് ലോങ് ആൻസർ ടൈപ്പും കാണുമായിരിക്കും. ഓക്കെ. അത് ഏത് എല്ലാത്തിലും അങ്ങനെയാണോ? മാത്സിലും സയൻസിലും എല്ലാം അങ്ങനെ തന്നെയാണോ? 40 ക്വസ്റ്റ്യൻ മാത്സിലാണെങ്കിൽ ബാക്കി എല്ലാത്തിലും അങ്ങനെ ആയിരിക്കും സർ. എല്ലാത്തിനും 40 വെച്ചായിരിക്കും. ഓക്കെ, നമുക്കത് റെഡിയാക്കാം. എഴുതി കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തൊരു ചോദ്യം ചെയ്തു തുടങ്ങാം. ഓക്കെ, എനിക്ക് ഒരു കാര്യം കൂടെ അതിനു മുന്നേ, നമ്മൾ സെക്ഷൻ ഫോർമുല രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, സെക്ഷൻ ഫോർമുല രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇന്റേണലിയും ഒന്ന് രണ്ടാമത്തെ എന്താണ്? എക്സ്റ്റേണലി. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താണ്? ഇപ്പൊ എ ബി എന്ന് പറയുന്ന പോയിന്റ്, എ ബി ഇതാണെങ്കിൽ പി ഇവിടെ, അതായത് ഇത് ഇന്റേണലി ആണ്. ദിസ് ഇസ് ഇന്റേണലി. ഇനി ഒരു കേസും കൂടെ ഉണ്ട്. എ ബി ഇതാണ് എ ബി എങ്കിൽ ഈ പി എന്ന് പറയുന്ന പോയിന്റ് ഒന്നെങ്കിൽ ഈ എ ബിക്ക് പുറത്തായിരിക്കും, അല്ലെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റ് എ ബി കഴിഞ്ഞിട്ടായിരിക്കും, അതായത് എയും ബിയും കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്? പി വരുന്നത്.
അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് ഇന്റേണലി അല്ല, അവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? എക്സ്റ്റേണലി. അപ്പൊ എക്സ്റ്റേണലി സമയത്ത് ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം ഇതാണ്, നോക്കൂ. ആ വ്യത്യാസം വന്നിട്ട് ഇവിടെ പ്ലസ് ഇല്ലേ, ആ പ്ലസിന് പകരം നമ്മൾ നേരത്തെ ഇട്ടത് പ്ലസ് അല്ലേ, ആ പ്ലസിന് പകരം എന്തിട്ടാ മതി? ആ പ്ലസിന് പകരം ഇവിടെ ഒരു മൈനസും ഇവിടെ ഒരു മൈനസും. മനസ്സിലായോ? ഓക്കെ. അപ്പൊ സെക്ഷൻ ഫോർമുല രണ്ട് ടൈപ്പ് ഉണ്ട്. കൂടുതലും നിങ്ങൾ ഇന്റേണലി ആണ് വരുന്നത്, ബട്ട് സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും എക്സ്റ്റേണലി വന്നാൽ ഇതാണ് യൂസ് ചെയ്യേണ്ട ഫോർമുല. mx2 മൈനസ് nx1 ബൈ m പ്ലസ് എന്നും, വൈനാണെങ്കിൽ my2 മൈനസ്, സോറി നിക്ക് ഇവിടെ ഒരു കാര്യം വീണ്ടും എഴുതാൻ പറ്റും, മറന്നുപോയി. താഴത്തെ m പ്ലസ് എന്നിന് പകരം എന്താണ് താഴെ എന്താണ് യൂസ് ചെയ്യേണ്ടത്? അവിടെയും m മൈനസ് n ആണ്, ഞാനത് എഴുതാൻ പറ്റുപോയി. അവിടെയും m മൈനസ് n ആണ്. ഓക്കെ. സോ mx2 മൈനസ് nx1 ബൈ m മൈനസ് n. ഇത് എക്സ്റ്റേണലി ആണ്. അപ്പൊ ഇത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിടണം, എക്സ്റ്റേണലി ആണ് എന്നുള്ളത്. എക്സ്റ്റേണലി ആണ് ഈ ഡിവിഷൻ, ഈ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും, എക്സ്റ്റേണലി ആണോ ഇന്റേണലി ആണോ എന്നുള്ളത്. ചിലപ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. അത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞായിരുന്നു സർ. എക്സ്റ്റേണലി ഞാൻ വരച്ചു, അതിന്റെ ഫോർമുല എഴുതി. അത് എഴുതണ്ടേ? അത് എഴുതിയല്ലോ സർ. നമ്മളെ എക്സ്റ്റേണലി പഠിപ്പിച്ചില്ല സർ, ഇന്റേണലി മാത്രമേ പഠിപ്പിച്ചു. എവിടെയെങ്കിലും ഒക്കെ ആവശ്യം വരുന്നതാ, അതുകൊണ്ട് ഒന്ന് ഓർത്ത് വെച്ചോ. ഓക്കെ, ശരി. ഓക്കെ. ഇനി അടുത്തത് സെക്ഷൻ ഫോർമുല കൂടെ ചേർത്ത് പഠിക്കേണ്ട വേറൊരു സംഭവമാണ് മിഡ് പോയിന്റ് ഫോർമുല. അടുത്ത എഴുതിയോ, മിഡ് പോയിന്റ് ഫോർമുല. സർ മറ്റേ ഇത് x1 x plus x2 by 2 പിന്നെ പറയട്ടെ എന്നില്ലേ കിട്ടി. Suppose you have 2 points A and B. രണ്ട് പോയിന്റ് ഉണ്ട്, A B. A എന്ന് പറയുന്നത് x1 y1 ഉം B എന്ന് പറയുന്നത് x2 y2 ആണെന്ന് വെച്ചു. ആൻഡ് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഇതിന്റെ മിഡ് പോയിന്റ് P കണ്ടുപിടിക്കണം. അങ്ങനെ ആ മിഡ് പോയിന്റ് P കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് മിഡ് പോയിന്റ് ഫോർമുല വേണം. ഓക്കെ. മിഡ് പോയിന്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? എ പിയും അതുപോലെ ബി പിയും എന്തായിരിക്കും മിഡ് പോയിന്റ് ആണെങ്കിൽ? ഈക്വൽ ആയിരിക്കും അല്ലെ? The two values will be equal. If m is the midpoint, then the two values will be equal. മനസ്സിലായോ? Yes sir. Okay. Yeah. Okay. അപ്പോൾ the two values will be equal. അങ്ങനെ രണ്ട് വാല്യൂസ് ഈക്വൽ ആണെങ്കിൽ അതിനർത്ഥം അത് തമ്മിലുള്ള റേഷ്യോ എന്താണ്? അപ്പുറത്തും ഇപ്പുറത്തും 1:1 ആണ്. എപ്പോഴും എന്താണ്? If you are taking a midpoint, then the ratio between the two sides is always 1:1. ഓക്കെ. ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, അതും കൂടെ ഓർത്തു വെച്ചോളൂ, ഇത് ഉപയോഗം വരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എ ബി എന്ന് പറയുന്ന ലൈനിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഓരോ പാർട്ടും എത്രയാണ്? 1 1 1. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഈ രീതിയിൽ ഇത് നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഇനി 4 പോയിന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ 1 2 3. അപ്പോ അങ്ങനെയാണെങ്കിൽ 1 1 1 1. മനസ്സിലായോ? യെസ് സർ. അത് വരച്ചിട്ടോ സൈഡിൽ ആവശ്യം വരും. ഇപ്പൊ നിങ്ങളിപ്പോ മിഡ് പോയിന്റ് ഫോർമുല നോക്ക്. അപ്പൊ റേഷ്യോ മനസ്സിലായല്ലോ എത്രയാണ്? ഇവിടുത്തെ റേഷ്യോ 1:1. നമുക്കറിയാം സെക്ഷൻ ഫോർമുല അനുസരിച്ച് നമ്മൾ എങ്ങനെയാ എക്സ് കണ്ടുപിടിക്കുന്നത്? mx2 plus nx1 by
എം പ്ലസ് എൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ റേഷ്യോ 1 1 അല്ലേ? അപ്പൊ എമ്മിന്റെയും എന്നിന്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. സോ 1 into x2 എന്ന് പറഞ്ഞാൽ x2 പ്ലസ് 1 into x1 എന്ന് പറഞ്ഞാൽ x1 ബൈ താഴെ 1 plus 1 അല്ലേ? m plus n എന്ന് പറയുമ്പോൾ 1 plus 1 that is 2. അപ്പോൾ മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറഞ്ഞാൽ മിഡ് പോയിന്റ് ഫോർമുലയിൽ x കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? x1 plus x2 by 2 ചെയ്താൽ മതി. x1 plus x2 divided by 2 ചെയ്താൽ മതി. അതുപോലെ y കണ്ടുപിടിക്കാനോ നമുക്കറിയാം സെക്ഷൻ ഫോർമുല അനുസരിച്ച് my2 plus ny1 by m plus n. അവിടെയും m നും n നും 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? y1 plus y2 by 1 plus 1 എത്രയാണ്? 2. സോ മിഡ് പോയിന്റ് ഫോർമുല ഇതാണ്. മിഡ് പോയിന്റ് ഫോർമുല എന്ന് പറയുമ്പോൾ x കണ്ടുപിടിക്കാൻ എന്താണ്? x1 plus x2 by 2 ആവറേജ് എടുക്കുക. y കണ്ടുപിടിക്കാൻ y1 plus y2 by 2 അവിടെയും ആവറേജ് എടുക്കുക. കാരണം നടുക്ക് വരുന്ന പോയിന്റ് ആയതുകൊണ്ട്. ഓക്കെ, എഴുതിയെടുത്തേ. ഓക്കെ സർ. മറ്റേ പടവും വരയ്ക്കണോ? 1+1 മറ്റേ 1. അത് വരച്ചിടാൻ ഞാൻ പറഞ്ഞല്ലോ സൈഡില്. ഓക്കെ, അത് വളരെ ഉപയോഗപ്പെടുന്ന ഒരു കാര്യമാണ്. അത് എപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്തി എവിടെ പോയി? കഴിഞ്ഞായിരുന്നു സർ പടവും വരച്ചു. ശരി, ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പുതിയ ഫോർമുലകളൊന്നും അധികം പഠിക്കാനില്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഫോർമുല ഏതൊക്കെയാ? സെക്ഷൻ ഫോർമുലയിൽ 2 എണ്ണം പഠിച്ചു. ഒന്ന് ഇന്റേണലിയും രണ്ടാമത് എക്സ്റ്റേണലിയും. പിന്നെ നമ്മൾ പഠിച്ചത് എന്താ? ഇതില് മിഡ് പോയിന്റ് ഫോർമുല ഇപ്പൊ നമ്മൾ പഠിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഫോർമുല ആയിട്ട് പഠിച്ചത്. ഇനി നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് തുടങ്ങാം. സോ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് നമുക്ക് ഇത് തീർന്നിട്ടില്ല. ഇനി ഒരു ടൈപ്പും കൂടെ ഉണ്ട്. നിങ്ങൾ എക്സാമ്പിൾ 6 എടുത്ത പേജ് നമ്പർ 164 എക്സാമ്പിൾ 6. എടുത്തു സർ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു ധോണിഷേ? Find the coordinates of the point which divides the line segment joining the points 4, -3 and 8, 5 in the ratio 3:1 internally. ഓക്കെ, ഇന്റേണലി കണ്ടോ? അവിടെ വാക്ക് അവിടെ അവര് ഇന്റേണലി എന്ന് തരേണ്ട ആവശ്യം എന്താണ് ധോണിഷേ? ഈ ഇന്റേണലി എക്സ്റ്റേണലി ഇല്ലെങ്കിൽ ഇന്റേണൽ ഫോർമുല ഉപയോഗിച്ചിരിക്കുന്നു. അല്ല, ഇപ്പൊ ധോണിഷ് പറഞ്ഞല്ലോ ഇന്റേണലിയുടെ പഠിക്കാനില്ലെന്ന്. ഇന്റേണലി എക്സ്റ്റേണലി അല്ല, എക്സ്റ്റേണലി ഇല്ല, ഇന്റേണലി ഉണ്ട്. ശരി, അങ്ങനെ എക്സ്റ്റേണലി ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ ഇന്റേണലി എന്ന് പറയുന്ന വാക്ക് അവർ തന്നിരിക്കുന്നത്? കാരണം ഇന്റേണൽ പോയിന്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചത് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോർമുല ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്റേണലി എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അത് നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാ. അതൊക്കെ എവിടെയെങ്കിലും ഒക്കെ ചോദ്യമായിട്ട് വരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ പോയിന്റ് എയും ബി എന്ന് പേര് കൊടുത്തു. ആദ്യത്തെ പോയിന്റ് എന്താണ്? 4 - 3. രണ്ടാമത്തെ പോയിന്റ് എന്താ? രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 8, 5. സോ 2 പോയിന്റ് ഇതിനകത്ത് മാർക്ക്. ഇനി എത്ര റേഷ്യോയിലായിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്? 3:1 അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൊടുത്തു, ഇവിടെ 3 കൊടുത്തു, ഇവിടെ 1 കൊടുത്തു, റേഷ്യോ കൊടുത്തു.
ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ എക്സും വൈയും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. എക്സ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എഴുതുക. ഇന്റേണലി ആയതുകൊണ്ട് എന്താണ്? എം എക്സ് ടു പ്ലസ് എൻ എക്സ് വൺ ബൈ എം പ്ലസ് എൻ. വൈ എന്ന് പറയുന്നത് എന്താണ്? എം വൈ ടു പ്ലസ് എൻ വൈ വൺ ബൈ എം പ്ലസ് എൻ. ഓക്കെ, ഇതിൽ പലർക്കും ഡൗട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊരു ഡൗട്ട് എപ്പോഴും വരും. എളുപ്പമാണ്. എം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എത്രയാണ്? 3. എൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 1. സോ ആദ്യം നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ നേരത്തെ ചെയ്യേണ്ടത് എക്സ് ഇസ് ഈക്വൽ ടു ഈ 3യെ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 3 into 8. അടുത്തത് 1നെ ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4. അപ്പോ 3 into 8 plus 1 into 4 ബൈ താഴെ എന്താണ്? താഴെ എം പ്ലസ് എൻ അല്ലേ? എം എൻ എന്താ ഇവിടെ? 3 plus 1. സോ എത്ര കിട്ടും? 24 plus 4 by 4, that is 28 by 4. എത്രയാണ് കിട്ടുന്നത്? 7. അടുത്തത് നമ്മൾ y കണ്ടുപിടിക്കാനായിട്ടും ഇതേപോലെ 3നെ 8 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത് ഇവിടെ. അടുത്ത 3നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 5. അതുപോലെ 1നെ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? -3. So 3 into 5 plus 1 into -3 by 3 plus 1, and that gives you 15 minus 3 by 4, 12 by 4 3. So x 7, y 3. അപ്പൊ ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് എത്രയാണ്? 7,3. ആ ബ്രാക്കറ്റ് ഇങ്ങനെയൊന്നും ഇട്ട് കളയരുത്. ബ്രാക്കറ്റ് എന്തായിരിക്കണം? ഇത് തന്നെ ആയിരിക്കണം കേട്ടോ. സോ എക്സാമ്പിൾ നമ്പർ 6 പിടികിട്ടിയല്ലോ? എഴുതി കഴിഞ്ഞ് പറഞ്ഞേ. എഴുതി സാർ എഴുതിയില്ല. അതാ ഞാൻ എനിക്കറിയാമല്ലോ അത് എഴുതാൻ സമയം എടുക്കും. ഞാൻ അതാ വെയിറ്റ് ചെയ്ത്. സർ ഞാൻ സെയിം ടൈപ്പ് ഫോർമുല തന്നെ ജസ്റ്റ് ഒന്ന് വേരിയബിൾ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ m1 h2 പ്ലസ് m2 h1 എന്നാണ്. മനസ്സിലായില്ല എനിക്ക്. സർ ഈ സെയിം ടൈപ്പ് ഫോർമുല തന്നെ, എന്നാലും ഞാൻ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ m1 h2 പ്ലസ് m2 h1 എന്നാക്കി. m1 പ്ലസ് h2 m2 എന്ന് ആക്കി. എമ്മും എന്നിനും പകരം. ഓക്കെ, അതെന്തോണം ചെയ്യാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ പോട്ടെ. അടുത്തതിലോട്ട് പോട്ടെ. കഴിഞ്ഞോ? ഞാൻ സാറ് ചെയ്ത സമയത്തല്ല എഴുതിയത്. ഞാൻ സാറ് ചെയ്ത സമയത്ത് എഴുതിക്കോ. സ്കൂളിൽ ഇനി എന്നാ എക്സാം? സർ ഒരു എക്സാം കഴിഞ്ഞു. മാർക്ക് കിട്ടിയോ? ഇല്ല സർ, സബ്മിറ്റ് ചെയ്തേ. ഓക്കെ, മാർക്ക് വരുമ്പോ പറഞ്ഞേ. അടുത്ത അമർജീത്തിന് ഇനി എന്നാ പരീക്ഷ? സെപ്റ്റംബറിൽ, അടുത്ത മാസം. ഞാൻ ഇടയ്ക്ക് ഒരു ടെസ്റ്റ് പേപ്പർ പറഞ്ഞിരുന്നല്ലോ ഈ 4 പാഠത്തിന്റെയും. ഞാൻ ഇപ്പോഴാണ് അത് വീണ്ടും ഓർത്തത്. ഞാനത് നടത്തിയില്ലല്ലോ. ഞാനൊരു ക്ലാസ്സിന് ആ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് ഫസ്റ്റ് 4 ചാപ്റ്റേഴ്സിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ കാണുമെന്ന്. ഇല്ലേ ധോണിഷ? മറന്നുപോയോ? ധോണിഷ് ഒന്നും മിണ്ടല്ല. ഇന്നായിരുന്നു എന്നൊരു ഡൗട്ട് ഇല്ല. അതില്ല. ഏതോ ഒരു ദിവസത്തേക്ക് ഞാൻ കഴിഞ്ഞ വീക്കോ അതിന് മുന്നത്തെ വീക്കോ എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത് ഓർമ്മയിരിക്കട്ടെ നിങ്ങളുടെ. ഞാൻ അത് നടത്തിക്കോളാം കേട്ടോ. ചിലപ്പോ 11-ാം തീയതിക്ക് മുമ്പേ നടത്തിയ അത്രയും നല്ലത് സർ. റിവിഷൻ ആവും. 11-ാം തീയതിക്ക് മുൻപേ നടത്തിയ അത്രയും നല്ലത് റിവിഷൻ ആവും. അത് ചെയ്യാലോ, പ്രശ്നമില്ല. കഴിഞ്ഞോ അമർജീത്? എന്തോന്നത് സാർ? കയ്യാറേ സാർ. എനിക്ക് തോന്നുന്നു ആ ഫോർമുല ആയിട്ട് കൺഫ്യൂസ് ആയി പോയതാ സാർ. പെട്ടെന്ന് ദിയ, 8 മണിക്ക് ക്ലാസ് ഏതൊക്കെ ദിവസം ഉള്ളത്? 8 മണിക്ക് സർ അന്നെങ്കിൽ അത് 8 o'clock ആയിരിക്കും, 9 o'clock ആയിരിക്കും. 9 o'clock ആയോ? ഇല്ല സർ, ഇന്ന് 8. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ നമ്പർ 7 എന്ന് വായിച്ച് അമർജിത്തെ. In what ratios does the point -4, 6 divide the line segment joining the points A -6, 10 and B 3 -8? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിയിരുന്നേ. ധോണിഷ വീഡിയോ ഓൺ ആക്കി വെച്ചേ. എന്താ സർ? പറ്റൂലേ? പറ്റും.
അവന്റെ പെട്ടെന്നാണ്. സോ എയും ബി എന്ന് പറയുന്ന 2 പോയിന്റ് കൊടുത്തു. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ഇൻ വാട്ട് റേഷ്യോ -4 6 എന്ന് പറയുന്ന ഒരു പോയിന്റ് എവിടെയോ ഉണ്ട് നടുക്ക്. ആ -4 6 നടുക്കല്ല, സംവെയർ ഇൻ ഓൺ ദ ലൈൻ. ആ -4 6 ഏത് ലൈൻ സെഗ്മെന്റിനെ? -6 10നെയും അതുപോലെ തന്നെ 3 -8നെയും ജോയിൻ ചെയ്യുമ്പോൾ എത്ര റേഷ്യോയിലാണ് അപ്പുറത്തും ഇപ്പുറത്തും ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇവിടെ നേരത്തെ ചോദ്യത്തിന് നമുക്ക് ഇവിടെ എമ്മും എന്നും ഇതൊക്കെ തന്നിട്ടുണ്ട്, നമ്മൾ ഇതാ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലെ? നമ്മൾ ആ പോയിന്റ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ തിരിച്ചാണ്. ഇവിടെ എന്താണ്? നമുക്ക് പോയിന്റ് തന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എമ്മും എന്നും നമ്മൾ കണ്ടുപിടിക്കണം. ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലോ? അപ്പോ എങ്ങനെ ഇത് ചെയ്യാം? അപ്പൊ ഞാൻ ഇവിടെ പോയിന്റിന് പി എന്ന് പേര് കൊടുക്കാൻ പോവാ. ഇത് ചെയ്യാൻ 2 രീതിയുണ്ട്. നമുക്ക് ഇവിടുത്തെ റേഷ്യോ അറിയത്തില്ലല്ലോ. അപ്പൊ എ പിയുടെയും പി ബിയുടെയും റേഷ്യോ അറിയാവോ? ഇല്ല. അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ അതിന് എന്തെന്ന് കൊടുക്കാം? m/n എന്ന് കൊടുക്കാം. ഓർ നമുക്ക് അതിനെ വേറെ രീതിയിൽ k/1 എന്ന് കൊടുക്കാം. എന്തെന്ന് കൊടുക്കാം? k/1. അപ്പൊ 2 രീതിയിൽ നമുക്ക് റേഷ്യോ കൊടുക്കാം. ഒന്നുകിൽ m/n എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ k/1 എന്ന് കൊടുക്കാം. ഏറ്റവും എളുപ്പം നമുക്ക് കിട്ടുന്നത് k/1 ആണ്. ഓക്കെ, സോ ജസ്റ്റ് പുട്ട് k, ഇപ്പുറത്ത് എന്തിടുക? 1 ഇടുക. അതായത് എമ്മിന്റെ സ്ഥാനത്ത് k ഇടുക, എന്നിന്റെ സ്ഥാനത്ത് എന്തിടുക? 1 ഇടുക. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ k എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. നമ്മുടെ ജോലി എന്താണ്? k എന്താണെന്ന് കണ്ടുപിടിക്കുക. സോ നമുക്ക് k കണ്ടുപിടിക്കാൻ എന്ത് തന്നെ യൂസ് ചെയ്യാം? ഇവിടെ സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുലയിൽ x എന്തായിരുന്നു? x എന്ന് പറഞ്ഞാൽ mx2 plus nx1 by m+n അല്ലെ? ഇവിടുത്തെ x എന്താണ്? ഇവിടുത്തെ ഈ p എന്ന് പറയുന്ന പോയിന്റിന്റെ x എത്രയാണ് അമർജിത്തെ? -4. അപ്പൊ -4 is equal to എമ്മിന്റെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? എം എന്ന് പറയുന്ന ആദ്യത്തെ റേഷ്യോയുടെ സ്ഥാനത്ത് ഇവിടെ എന്താ കിടക്കുന്നത്? k. അപ്പൊ -4 ഇവിടെ ഇട്ടിട്ട് k ഇൻറ്റു x2 എന്താണ്? x2 3k. 3. അപ്പോ അത് മൾട്ടിപ്ലൈ എത്ര കിട്ടും? k ഇൻറ്റു 3 3k പ്ലസ് n ഇൻറ്റു x1. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 1. 1 ഇൻറ്റു -6 എത്രയാ? -6. -6 ബൈ താഴെ എന്ത് വരണം? m+n. എമ്മും എന്നും എന്താ ഇവിടെ? കെയും 1 അല്ലേ? അപ്പൊ താഴെ എന്താ വരേണ്ടത്? k+1. അപ്പൊ -4 is equal to 3k - 6 by k+1 എന്ന് കിട്ടി. ഇത് എന്ത് ചെയ്താൽ മാത്രം മതി? ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇത് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -4 into k+1 is equal to ഇവിടെ എന്ത് കിട്ടും? 3k - 6. So -4 into k+1 is -4k - 4 equal to 3k - 6. ഇനി 3k ഇപ്പുറത്ത് ഇടുമ്പോഴത്തേക്കും -4k - 3k is equal to -6 plus 4 and ലെഫ്റ്റ് സൈഡിൽ എന്ത് കിട്ടും? -7k എന്ന് കിട്ടും. റൈറ്റ് സൈഡിൽ -6 plus 4 -2. അങ്ങനെ k എത്രയാണെന്നാ കിട്ടുന്നത്? 2/7. അപ്പൊ k യുടെ വാല്യൂ നമുക്ക് കിട്ടി. ഏത്? നമ്മൾ x മാത്രം ഉപയോഗിച്ചിട്ടാണ് കിട്ടിയത്. നമ്മൾ ഏത് ഉപയോഗിച്ചിട്ടില്ല? y ഉപയോഗിച്ചു. ഇവിടെ y is equal to m/2 അത് ഉപയോഗിച്ചിട്ടില്ല. ആ ഫോർമുല ഉപയോഗിക്കാതെ തന്നെ നമുക്ക് x ന്റെ ഫോർമുലയിൽ k എത്രയാണെന്ന് കിട്ടി? 2/7. നമ്മൾ എന്താ റേഷ്യോ ആയിട്ട് എടുത്തത്? k/1. അപ്പൊ k/1 എന്ന് പറയുമ്പോൾ 2/7:1 അല്ലേ അതിന്റെ അർത്ഥം റേഷ്യോ? Yes, sir. ഈ 2/7:1 നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇപ്പുറത്ത് കൊണ്ടുപോയിട്ട് റേഷ്യോ എന്താണെന്ന് എഴുതാം? 2:7. 2:7. So what is the final ratio here? It is 2:7. മനസ്സിലായോ? Yes, sir. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ വെരി ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നിങ്ങളത് നല്ല വൃത്തിയായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ചുകൂടെ ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. Okay, Diya, after finishing this, you can leave. Class ഉണ്ടെങ്കിൽ. സർ എഴുതി ലീവ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ ദിയ അടുത്ത ക്ലാസ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിന്റെ ബാക്കി റെക്കോർഡ് ചെയ്തേക്കാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എപ്പോഴാണെന്നുള്ളത് ഞാൻ ഇൻഫോം ചെയ്യാം കേട്ടോ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. നമ്മുടെ ക്ലാസ് കഴിഞ്ഞില്ല. ഇല്ലല്ലോ. സാർ ഞാൻ എഴുതി തീർത്തായിരുന്നു.
അപ്പൊ ഈ സമയം കൊണ്ട് ഫിസിക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു. പറഞ്ഞോ, ഇഷ്ടം പോലെ പറഞ്ഞു. അല്ല സർ, എക്സാമ്പിൾ നമ്പർ 2 തന്നെ പറഞ്ഞു. പറ, പെട്ടെന്ന് പറ. Sir, an object 4 centimeter in size is placed at 25 centimeter in front of a concave mirror of focal length 15 centimeter. At what distance? അമർജിത്ത് ഇത് കഴിഞ്ഞു? ആ സർ. ഓക്കെ, നിക്ക. ഇനി ആരാ തോണേഷ് പറ. Sir, an object 4 centimeter in size. Correct. പറ. Is placed at 25 centimeter in front of a concave mirror of focal length 15 centimeter. വെയിറ്റ്. Okay. Sir, HO 4. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എത്ര? 4 sir. HO. വേറെ 25 centimeter in front of concave mirror is placed at 25 centimeter. Okay, അപ്പൊ u minus 25. Okay. Focal length 15. 15 ആ? 15 ആണ്. പക്ഷെ -15 ആണ്, കാരണം ഇത് കോൺകേവ് ആണ്. ഇനി എന്താ ചോദ്യം? Find the nature and size. At what distance from the mirror should a screen be replaced in order to obtain a sharp image? Find the nature and the size of the image. Okay. ഈ ഷാർപ്പ് ഇമേജ് ഈ സ്ക്രീൻ പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് കണ്ടുപിടിക്കുക? ഇവിടത്തെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ u ഉണ്ട്, f ഉണ്ട്. അപ്പൊ നമുക്കറിയാം 1/v + 1/u = 1/f. അപ്പൊ 1/v എത്രയാണെന്ന് കിട്ടും? 1/f minus 1/u. That is -1/15 minus 1/25 എന്ന് പറയുമ്പോൾ +1/25 ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും? LCM എടുക്കുമ്പോൾ 15 25 LCM 75 ആ. -5 + 3/75 that is -2/75. അതായത് 1/v. അപ്പോൾ v എത്രയാണെന്ന് കിട്ടും? -75/2 that is -37.5 centimeter. അതായത് ഇമേജ് ഫോം ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങനെയും എന്നിട്ട് മാറി ഇങ്ങോട്ടായിരിക്കും ഫോം ചെയ്യുന്നത്. അതായത് കുറച്ചുകൂടെ ഒബ്ജക്ട് ഇരുന്ന ദൂരത്തിനേക്കാളും കുറച്ചുകൂടെ ബാക്കിലോട്ട് എത്ര സെന്റിമീറ്റർ മാറി? 37.5 സെന്റിമീറ്റർ. ഓക്കെ, ടു ദ ലെഫ്റ്റ്. അതുകൊണ്ടാണ് മൈനസ് ഇട്ടേക്കുന്നത്. മനസ്സിലായോ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? സൈസ് എന്താണ്? ഇവിടുത്തെ സൈസ് എന്തായാലും കൂടും, കാരണം HO 4 അല്ലേ. ഇനി ഇതെവിടെ ഇമേജ് ഒബ്ജക്ട് എവിടെ വെച്ചിരിക്കുന്നത്? ഒബ്ജക്ട് ബിയോണ്ട് എഫ് അല്ലേ വെച്ചിരിക്കുന്നത്? ആണെന്ന് തോന്നുന്നു. തന്നെ ബിയോണ്ട് എഫ്. ഒബ്ജക്ട് ബിയോണ്ട് എഫ് ആണെങ്കിൽ ഒബ്ജക്ട് ബിയോണ്ട് എഫ് ആണെങ്കിൽ ഒബ്ജക്ട് ബിയോണ്ട് എഫ് സർ, ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്ന ഫോക്കസും പോളും തമ്മിലുള്ള ലെങ്ത് അല്ലേ? അത് കഴിഞ്ഞിട്ട് എനിക്ക് മൊത്തം കൺഫ്യൂഷൻ ആയി. ബിയോണ്ട് എഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബിറ്റ്വീൻ സി ഇവിടുത്തെ സി ഉണ്ടല്ലോ, ബിറ്റ്വീൻ സി ആൻഡ് എഫ് അല്ലെ? ബിറ്റ്വീൻ സി ആൻഡ് എഫ്. അപ്പൊ ബിറ്റ്വീൻ സി ആൻഡ് എഫ് ആണ് നമ്മളിവിടെ ഇമേജ് വെച്ചിരിക്കുന്നത്, ഒബ്ജക്ട് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടുത്തെ എഫ് 15 സെന്റിമീറ്റർ ആണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് -30 ആണ്. അപ്പൊ നമ്മൾ ഈ -30യുടെയും -25നും ഇടയിൽ -15നും ഇടയിലാണ് വെച്ചിരിക്കുന്നത്, ഇത് -25 അല്ലേ? അപ്പൊ ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇമേജ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഫോം ചെയ്യുന്നത്? ബിയോണ്ട് സി ആയിരിക്കും. ഇമേജ് വിൽ ബി ഫോംഡ് ബിയോണ്ട് സി ആയിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. പിന്നീട് അവിടുത്തെ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻലാർജ്ഡ് ആയിരിക്കും. സൈസ് അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നിഫിക്കേഷൻ ഫോർമുല HI/HO യൂസ് ചെയ്യുക. ഇവിടെ നേച്ചറും സൈസും മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഷാർപ്പ് ഇമേജ് കിട്ടാൻ ഉള്ള വാല്യൂ should a screen be placed in order to obtain a sharp? അത് നമ്മളിപ്പോ കണ്ടുപിടിച്ച -37.5 അത് തന്നെ. നിക്ക് മാഗ്നിഫിക്കേഷൻ ഫോർമുല എന്താണ്? HI/HO = -V/U അല്ലേ? സോ HI/HO എന്ന് പറയുന്നത് എത്രയാ? 4. മുകളിലോട്ട് ആയതുകൊണ്ട് 4. -V എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഓൾറെഡി V -37.5 അല്ലെങ്കിൽ -75/2 ആ. അപ്പൊ അതിന്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ എത്ര കിട്ടും? 75/2 ഡിവൈഡഡ് ബൈ U എത്രയാ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എത്രയാ? ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് -25. സോ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ -3/2. അപ്പൊ HI = -3/2 × 4 and you will get -6. അപ്പോ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ബിലോ ദി പ്രിൻസിപ്പൽ
ആക്സിസ്, കാരണം -6 എന്നല്ലേ കിട്ടിയത്. ധോണിഷ് image is inverted and എല്ലാം എന്ന് പറഞ്ഞ് കൊടുക്കണം. ഹലോ, കേൾക്കാവോ? കേൾക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ഉത്തരം. മനസ്സിലായോ?